Hello friends, welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ സിലബസിലെ മൊഡ്യൂൾ 4 ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒഫൻസ് റിലേറ്റിംഗ് ടു ഡോക്യുമെന്റ്സ് ആൻഡ് പ്രോപ്പർട്ടി മാർക്സ് ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്റ്റീവ് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒഫൻസ് റിലേറ്റഡ് ടു ഡോക്യുമെന്റ്സ് ആൻഡ് പ്രോപ്പർട്ടി ടു മാർക്സ് ചാപ്റ്റർ 18 ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ 463 ഫോർജറി. നമുക്കറിയാം, ഹൂവർ മേക്സ് എനി ഫോൾസ് ഡോക്യുമെന്റ് ഓർ ഫോൾസ് ഇലക്ട്രോണിക് റെക്കോർഡ് ഓർ പാർട്ട് ഓഫ് എ ഡോക്യുമെന്റ് ഓർ ഇലക്ട്രോണിക് റെക്കോർഡ് വിത്ത് ഇന്റന്റ് ടു കോസ് ഡാമേജ് ഓർ ഇഞ്ചറി ടു ദ പബ്ലിക് ഓർ ടു എനി പേഴ്സൺ ഓർ ടു സപ്പോർട്ട് എനി ക്ലെയിം ഓഫ് ടൈറ്റിൽ ഓർ ടു കോസ് എനി പേഴ്സൺ ടു പാർട്ട് വിത്ത് പ്രോപ്പർട്ടി or to enter into any express or implied contract or with intent to commit fraud or that fraud may be committed commits forgery. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു ഫോർജറി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ വ്യാജരേഖ ഉണ്ടാക്കുക എന്ന് പറയും. വ്യാജരേഖ, അതുപോലെ തന്നെ ഇപ്പോൾ കള്ളൊപ്പിടുക, അതൊക്കെയാണ് ഈ ഇതിനകത്ത് കയറുന്നത്. ഒഫൻസ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സിനകത്ത് പറയുന്നത് അതൊക്കെയാണ് ഈ ഫോർജറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ്. അപ്പോൾ 464 മേക്കിംഗ് എ ഫോൾസ് ഡോക്യുമെൻ്റ്. അപ്പോൾ ഒരു ഫോൾസ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ്, ഹു ഡിസോണസ്റ്റ്ലി ഓർ ഫ്രോഡുലന്റ്ലി മേക്സ് സൈൻ, സീൽസ് ഓർ എക്സിക്യൂട്ട് എ ഡോക്യുമെൻ്റ് ഓർ പാർട്ട് ഓഫ് എ ഡോക്യുമെൻ്റ്, മേക്സ് ഓർ ട്രാൻസ്മിറ്റ് എനി ഇലക്ട്രോണിക് റെക്കോർഡ് ഓർ ഇലക്ട്രോണിക് റെക്കോർഡ്, അഫിക്സ് എനി ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഓൺ ദ ഇലക്ട്രോണിക് റെക്കോർഡ്, മേക്സ് എനി മാർക്ക് ഡിനോട്ടിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് എ ഡോക്യുമെൻ്റ് ഓർ ഒതൻറ്റിസിറ്റി ഓഫ് ദി ഇലക്ട്രോണിക് സിഗ്നേച്ചർ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഫോൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസോണസ്റ്റ്ലി അല്ലെങ്കിൽ ഫ്രോഡുലന്റ്ലി ആയിട്ടോ ചെയ്യുന്നതിനാണ് ഫോൾസ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡ്ലി, ഹു വിത്തൗട്ട് ലോഫുൾ അതോറിറ്റി ഡിസോണസ്റ്റ്ലി ഓർ ഫ്രോഡുലന്റ്ലി ബൈ ക്യാൻസലേഷൻ ഓർ അതർവൈസ് ഓൾട്ടർ എ ഡോക്യുമെൻ്റ് ഓർ ഇലക്ട്രോണിക് റെക്കോർഡ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലൊരു എക്സിക്യൂട്ട് ചെയ്തൊരു ഡീഡായിരിക്കും, അത് ഓൾട്ടർ ചെയ്ത് ചെയ്യുന്നത്, ഫ്രോഡുലന്റ്ലി ആയിട്ട് ഓൾട്ടർ ചെയ്യുന്നതാണ് അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ തേർഡ് പറയുന്നത്, ഏതെങ്കിലും dishonestly, fraudulently sign, seal or execute any document by a person reasons of unsound of mind or intoxication cannot or by that reason of deception practiced upon him he does not know the content of the document or electronic record. അപ്പോൾ 3 കാര്യങ്ങളിലാണ് ഫോൾസ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്, മേക്കിംഗ് എ ഫോൾസ് ഡോക്യുമെൻ്റ്. ഫസ്റ്റത്തെ കേസ് സൈൻ, ഇത് നമ്മൾ തന്നെ ചെയ്യുന്നത്. സെക്കൻഡ് കേസ് ഓൾറെഡി ഒറിജിനൽ ഡോക്യുമെൻ്റ് അത് ഓൾട്ടർ ചെയ്യുന്നത്, തെറ്റായിട്ട് ഓൾട്ടർ ചെയ്ത് മാറ്റുന്നത്. പിന്നെ തേർഡ് കേസ് നമ്മുടെ ആക്ട് വഴി ഒരു അൺസൗണ്ട് മൈൻഡ് പേഴ്സണോ അല്ലെങ്കിൽ ഈ ആക്ട് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത, ഈ ഡസ് നോട്ട് നോ ദ കണ്ടന്റ് ഓഫ് ദി ഡോക്യുമെന്റ്, എന്താണ് ആ ഡോക്യുമെന്റ് എന്ന് മനസ്സിലാകാത്ത ആൾക്കാർ, ഇപ്പം ചിൽഡ്രൻസ് അങ്ങനത്തെ ആൾക്കാർ, അവരെ കൊണ്ട് ഫോൾസ് ആയിട്ട് എന്തെങ്കിലും ഫ്രോഡുലന്റായിട്ട് ഡോക്യുമെന്റ് എഴുതി ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി മെയിൻലി ഇതിനകത്ത് പഠിക്കാനുള്ളത് നമുക്ക് എന്താണ് പെനാൽറ്റി എന്നാണ് നോക്കേണ്ടത്. പിന്നെ എക്സ്പ്ലനേഷൻ പറയുന്നത്, എ മാൻ സിഗ്നേച്ചർ ഈസ് ഓൺ നെയിം എ എമൗണ്ട് ഫോർജറി. ഇപ്പോൾ സ്വന്തം പേരിൽ തന്നെ എഴുതുന്നത് ഫോർജറി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് സ്വന്തം പേരിൽ തന്നെ എഴുതിയെടുക്കുന്നത്, അപ്പോൾ അതൊക്കെ ഫോർജറിയുടെ ഭാഗമായിട്ട് തന്നെ എടുക്കും. പിന്നെ മെയിലിനകത്ത് വരുന്നത് പണിഷ്മെൻ്റ് ആണ്. കുറച്ചധികം പണിഷ്മെൻറ്റ് പറയുന്നുണ്ട്. പല പല കേസിനും പല പല വെറൈറ്റി പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓരോ കേസും നോട്ട് ചെയ്ത് വെക്കുക. മെയിലിനകത്ത് ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് തന്നെ പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പണിഷ്മെൻ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഓരോ ഓർഡറിൽ ജസ്റ്റ് ഒരു 1 വേർഡ് പോലെ എഴുതി വെക്കുക, എന്നിട്ട് ജസ്റ്റ് റിവേഴ്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് നിന്ന് 5 മാർക്കാണ് ചോദിക്കുന്നത്. സിലബസ് നോക്കുകയാണെങ്കിൽ IPC CRPC എവിഡൻസ് ആയിട്ട് നിന്ന് മൊത്തത്തിൽ 5 മാർക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് IPC നിന്ന് ഏകദേശം ഒരു മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് മാക്സിമം അത്ര ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ PSCയുടെ കേസാണ് ഈ 5 മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചിലപ്പോൾ അതിൽ കൂടുതൽ ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ കുറവ് ചോദിക്കാം. നമ്മൾ ഓൾറെഡി എവിഡൻസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി IPCയും CRPCയാണ് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിനി പണിഷ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ 465 പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഇംപ്രസ്മെൻറ്റ് അപ് ടു 2 years. അപ്പോൾ നോർമൽ കേസസിൽ ഒരു ഫോർജറി വരുത്തുകയാണെങ്കിൽ, വ്യാജരേഖ ഉണ്ടാക്കുകയോ അങ്ങനത്തെ നേരത്തെ പറഞ്ഞ പോലെ ഫോൾസ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാക്സിമം 2 വർഷം വരെയാണ് തടവ് അല്ലെങ്കിൽ ഫൈൻ, രണ്ടും ലഭിക്കാം. പിന്നെ നെക്സ്റ്റ് കേസ് 466 പറയുന്നത് ഫോർജറി ഓഫ് റെക്കോർഡ് ഓഫ് കോർട്ട് ഓർ പബ്ലിക് രജിസ്റ്റർ. അപ്പോൾ എന്തെങ്കിലും പബ്ലിക് രജിസ്റ്റർ ഓൾറെഡി രജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുന്നത്. അപ്പോൾ ഒന്നത്തെ കേസ് ഇപ്പോൾ കോടതിയിൽ എന്തെങ്കിലും ഡോക്യുമെൻ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്
തിരുത്തുന്നത്, അല്ലെങ്കിൽ ബാപ്റ്റിസം, മാരേജ് ഓർ ബ്യൂറിയൽ ഓർ രജിസ്റ്റർ കെപ്റ്റ് ബൈ പബ്ലിക് സെർവൻറ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും നമ്മൾ തിരുത്തുന്നത്, എന്തെങ്കിലും വ്യാജരേഖ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് കിട്ടുന്നത് അപ് ടു 7 years ആണ്. 7 years ആൻഡ് ഓൾസോ ബി ലയബിൾ ടു ഫൈൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഹെഡിങ് എഴുതുക, എന്നിട്ട് അതിൻ്റെ എത്രയാണ് ഒരു ടേബിൾ പോലെ ഉണ്ടാക്കുക. ഇപ്പോൾ പണിഷ്മെൻറ്റ് ഫോർജറി ഇത്ര 2 വർഷം, അടുത്തത് എന്തെങ്കിലും പബ്ലിക് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ റെക്കോർഡ് ഓഫ് പബ്ലിക് കോർട്ടിൻ്റെ രജിസ്റ്റർ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് 7 years വരെ പെനാൽറ്റി ലഭിക്കും. പിന്നെ അടുത്ത കേസാണ് ഫോർജറി ഓഫ് വാല്യുബിൾ സെക്യൂരിറ്റി ഓർ വില്ല്. അപ്പോൾ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ വില്ലോ എന്തെങ്കിലും ഫോർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മെയിൻലി പറയുന്നത് വാല്യുബിൾ സെക്യൂരിറ്റി ഓർ വിൽ ഓർ അതോറിറ്റി ടു അഡോപ്റ്റ് എ സൺ ഓർ വിച്ച് പർപ്പസ് ടു ഗീവ് അതോറിറ്റി ഓർ ടു എനി പേഴ്സൺ ടു മേക്ക് ട്രാൻസ്ഫർ ഓഫ് എനി വാല്യുബിൾ സെക്യൂരിറ്റി ഓർ റിസീവ് പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇതുപോലത്തെ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇംപ്രസ്മെൻറ്റ്, ജയിൽവാസം 10 വർഷം വരെ തടവ് കിട്ടാം വിത്ത് ഫൈൻ. അടുത്തതാണ് ഫോർജറി ഫോർ പർപ്പസ് ഓഫ് ചീറ്റിംഗ്. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ. Whoever commits forgery intending that the document or electronic record shall be used for the purpose of cheating shall be punished with imprisonment up to 7 years. അപ്പോൾ ഇതിനകത്ത് മെയിൻലി പറയുന്ന പെനാൽറ്റിയാണ് 7 years. അപ് ടു 7 years വരെ ഇംപ്രസ്മെൻറ്റ് കിട്ടുന്ന ഒരിതാണ്. അപ്പോൾ ഈ ജസ്റ്റ് ഇത് എഴുതി വെക്കുക, ഫോർജറി ഫോർ പർപ്പസ് ഓഫ് ചീറ്റിംഗ്, ഒരാളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതിന് 7 വർഷം വരെ തടവ് കിട്ടാം. പിന്നെ അടുത്ത കേസ് ഫോർജറി ഫോർ പർപ്പസ് ഓഫ് ഹാമിങ് റെപ്യൂട്ടേഷൻ. അപ്പോൾ ഒരാളുടെ റെപ്യൂട്ടേഷൻ തകർക്കാൻ വേണ്ടി ചെയ്യുന്നത്, എന്തെങ്കിലും റെപ്യൂട്ടേഷൻ തകർക്കാൻ വേണ്ടി ചെയ്യുന്നത് കാര്യങ്ങളിൽ അത് പെനാൽറ്റി വരുന്നത് മാക്സിമം 3 years ആണ്. മാക്സിമം 3 years ആണ് ഇംപ്രസ്മെൻറ്റ് കിട്ടുന്നത്. അടുത്തത് ഫോർജറി ഡോക്യുമെൻ്റ്. ഒരു ഫോർജറി ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോൾസ് ഡോക്യുമെൻ്റ്, ഫോർജറി പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഫോർജറി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു യൂസിങ് എ ജെന്യൂൻ എ ഫോർജറി ഡോക്യുമെൻ്റ് ഓർ ഇലക്ട്രോണിക് റെക്കോർഡ്. ഇപ്പോൾ നമ്മളൊരു ഫോർജറി ഡോക്യുമെൻ്റാണ് നമുക്കറിയാം അത് യൂസ് ചെയ്യുന്നത്. Whoever fraudulently or dishonestly use a genuine any document electronic record which he knows or reason to believe that to be forged shall be punished such a manner as he had forged the such document. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് വ്യാജമാണെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് യൂസ് ചെയ്യുന്നു. അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പണിഷ്മെൻറ്റ് എന്താണോ ഓൾറെഡി ഉള്ളത് അത് തന്നെ ആപ്ലിക്കബിൾ ആകും. പണിഷ്മെൻറ്റ് ഷാൽ ബി ഇൻ ദ സെയിം മാനർ ഇഫ് ഹി ആർ ഫോർജ്ഡ് ദ ഡോക്യുമെൻറ്റ്. അയാൾ തന്നെയാണ് ആ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന കൺസെപ്റ്റിൽ അത് പെനാൽറ്റി സെയിം തന്നെ വരും. ഇനി അടുത്ത സെക്ഷൻ 472 മേക്കിംഗ് ഓർ പൊസസിങ് കൗണ്ടർ ഫീറ്റ് സീൽ എക്സെട്ര വിത്ത് ഇൻറ്റൻറ്റ് ടു കമ്മിറ്റ് ഫോർജറി പണിഷബിൾ അണ്ടർ സെക്ഷൻ 467. അപ്പോൾ 467 പ്രകാരം 467 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാല്യുബിൾ സെക്യൂരിറ്റി ബില്ല് അങ്ങനത്തെ കാര്യങ്ങൾ അത് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കൗണ്ടർ ഫീൽ, ഒരു കള്ള സീലുണ്ടാക്കി അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് പറയുന്നത് 7 വർഷം വരെ തടവെന്നാണ് പറയുന്നത്. അടുത്ത കേസാണ് മേക്കിംഗ് ഓർ പൊസസിങ് എ കൗണ്ടർ ഫീറ്റ് സീൽ വിത്ത് ഇൻറ്റൻറ്റ് ടു കമ്മിറ്റ് ഫോർജറി പണിഷബിൾ അതർവൈസ്. അപ്പോൾ മോളിൽ പറഞ്ഞ കേസല്ലാത്ത കേസ്, നേരത്തെ ഇത് വാല്യുബിൾ ബില്ലാണെങ്കിൽ 7 years വരെ, അപ്പോൾ വാല്യുബിൾ അല്ലാത്ത കാര്യങ്ങൾ അങ്ങനത്തെ അല്ലെങ്കിൽ അപ് ടു 7 years. രണ്ടിനും ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ 467 പ്രകാരം വേണമെങ്കിൽ ഇംപ്രസ്മെൻറ്റ് ഫോർ ലൈഫ് ടൈം ഇംപ്രസ്മെൻറ്റും കിട്ടാം, അല്ലെങ്കിൽ അപ് ടു 7 years. ഈ ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതർ ദാൻ വാല്യുബിൾ വിൽസ് ഉള്ള കേസാണെങ്കിൽ അപ് ടു 7 years ആ ലൈഫ് ടൈം ഇംപ്രസ്മെൻറ്റ് എടുത്തു മാറ്റി. ഇനി അടുത്തതാണ് സെക്ഷൻ 474 ഹാവിങ് പൊസഷൻ ഓഫ് എ ഡോക്യുമെൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ സെക്ഷൻ 466 or 467 knowing it to be forged and intended to be used it genuine. അപ്പോൾ ഈ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾട്ടർ ചെയ്ത പബ്ലിക് ഡോക്യുമെൻ്റ്, ഇപ്പോൾ വ്യാജരേഖ, ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതാണ് ഈ 466. 467 പറയുന്നത് വാല്യുബിൾ വില്ല്. അങ്ങനത്തെ കേസാണെങ്കിൽ അപ് ടു 7 years വരെയാണ് ഇംപ്രസ്മെൻറ്റ് കിട്ടുന്നത്. മറ്റേ കേസാണെങ്കിൽ വില്ലിൻ്റെ കേസാണെങ്കിൽ അപ് ടു ഇംപ്രസ്മെൻറ്റ് ഫോർ ലൈഫ് ടൈം ഇംപ്രസ്മെൻറ്റ് വരെ കിട്ടാം, അല്ലെങ്കിൽ 7 years. അടുത്തതാണ് counterfeiting device or make use of authenticated documents described in section 467 or possessing a counterfeit marked material. അപ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ കൗണ്ടർഫീറ്റിംഗ് ഡിവൈസോ അല്ലെങ്കിൽ വ്യാജരേഖ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിവൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് അപ് ടു 7 years ആണ്. പിന്നെ ഇംപ്രസ്മെൻറ്റ് ഫോർ ലൈഫ് കിട്ടാം.
അപ്പോൾ ഈ രണ്ട് കേസും വരാം. അടുത്തത് കൗണ്ടർഫീറ്റിംഗ് ഡിവൈസ് ഓർ മാർക്ക് യൂസ്ഡ് ഫോർ ഒതൻറ്റിക്കേറ്റിംഗ് ഡോക്യുമെൻറ്റ്സ് അതർ ദാൻ ദോട്ട് ഡിസ്ക്രൈബ്ഡ് ഇൻ 467. അപ്പോൾ ഈ 467 കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 467 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ അല്ലാത്ത കേസാണെങ്കിൽ ലൈഫ് ടൈം ഇംപ്രസ്മെൻ്റ് ഇല്ല, അപ് ടു 7 years വരെ പെനാൽറ്റി കിട്ടും. അടുത്തത് 477 ഫ്രോഡുലൻ ക്യാൻസലേഷൻ ഡിസ്ട്രക്ഷൻ എക്സെട്ര ഓഫ് വിൽ അതോറിറ്റി ടു അഡോപ്റ്റ് ഓർ വാല്യുബിൾ സെക്യൂരിറ്റി. അപ്പോൾ എന്തെങ്കിലും വാല്യുബിൾ സെക്യൂരിറ്റി നമ്മൾ നശിപ്പിച്ച് കളയാണ്, എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആയിട്ട് നശിപ്പിച്ച് കളയാണ്, അങ്ങനെയാണെങ്കിൽ 7 years ഫൈൻ കിട്ടും. പിന്നെ ഇംപ്രസ്മെൻറ്റ് ഫോർ ലൈഫ് കിട്ടാം, ഇംപ്രസ്മെൻറ്റ് ഫോർ ലൈഫ് ജീവപര്യന്തം കിട്ടാം, അല്ലെങ്കിൽ 7 years. അടുത്തതാണ് 477A ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ സെർവൻറ്റോ അല്ലെങ്കിൽ എംപ്ലോയർ മെയിൻലി ആ അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ട ഒരാൾ ആ അക്കൗണ്ട് നശിപ്പിച്ചു. ഇപ്പോൾ ഒരു പ്രോപ്പർ ലെഡ്ജർ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കീറിക്കളയാണ് അല്ലെങ്കിൽ നശിപ്പിച്ച് ഡിസ്ട്രോയ് ചെയ്ത് കളയാണ്. അങ്ങനെയാണെങ്കിൽ അപ് ടു 7 years വരെയാണ് പെനാൽറ്റി കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കേസസാണ് ഫോർജ് ഡോക്യുമെൻറ്റ്സ്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒഫൻസ് റിലേറ്റിംഗ് ടു ഡോക്യുമെൻറ്റ്സ് കഴിഞ്ഞു. ഇനി പ്രോപ്പർട്ടി മാർക്സ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ പ്രോപ്പർട്ടി മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മാർക്ക് യൂസ്ഡ് ഫോർ ഡിനോട്ടിംഗ് ദാറ്റ് മൂവബിൾ പ്രോപ്പർട്ടി ബിലോങ്സ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഈസ് കോൾഡ് എ പ്രോപ്പർട്ടി മാർക്ക്. അപ്പോൾ ഒരു മൂവബിൾ പ്രോപ്പർട്ടി അതൊരു പർട്ടിക്കുലർ പേഴ്സൻ്റെ നിന്ന് അറിയിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് പ്രോപ്പർട്ടി മാർക്ക്. അപ്പോൾ ജസ്റ്റ് ഇത് നോക്കുക. പ്രോപ്പർട്ടി മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മാർക്ക് യൂസ്ഡ് ഫോർ ഡിനോട്ടിംഗ് ദ മൂവബിൾ പ്രോപ്പർട്ടി ബിലോങ്സ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഈസ് കോൾഡ് എ പ്രോപ്പർട്ടി മാർക്ക്. അപ്പോൾ ഇതിൻ്റെ പണിഷ്മെൻറ്റ് നോക്കാം. പണിഷ്മെൻറ്റ് ഫോർ യൂസിങ് എ ഫോൾസ് പ്രോപ്പർട്ടി മാർക്ക്, ഒരു തെറ്റായ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ പണിഷ്മെൻറ്റ് ഇംപ്രസ്മെൻറ്റ് അപ് ടു 1 year, 1 വർഷം വരെ തടവ് കിട്ടാം. അടുത്തത് കൗണ്ടർഫീറ്റിംഗ് എ പ്രോപ്പർട്ടി മാർക്ക് യൂസ്ഡ് ബൈ അനദർ. ഹൂവർ കൗണ്ടർഫീറ്റ്സ് എനി പ്രോപ്പർട്ടി മാർക്ക് യൂസ്ഡ് ബൈ അതർ പേഴ്സൺ ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രസ്മെൻറ്റ് അപ് ടു 2 year. അപ്പോൾ വേറെ ഒരാളുടെ പ്രോപ്പർട്ടി മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ് ടു 2 year വരെ പെനാൽറ്റി കിട്ടും, ഇംപ്രസ്മെൻറ്റ് കിട്ടും. അടുത്തത് കൗണ്ടർഫീറ്റിംഗ് എ മാർക്ക് യൂസ്ഡ് ബൈ എ പബ്ലിക് സെർവൻറ്റ്. അപ്പോൾ ഒരു പബ്ലിക് സെർവൻറ്റിൻ്റെ കൗണ്ടർഫീറ്റ് പ്രോപ്പർട്ടി മാർക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ് ടു 3 year ആണ് ഇംപ്രസ്മെൻറ്റ്. ഇനി അടുത്ത കേസാണ് മേക്കിംഗ് ഓർ പൊസഷൻ ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ കൗണ്ടർഫീറ്റിംഗ് എ പ്രോപ്പർട്ടി മാർക്ക്. അവർ പ്രോപ്പർട്ടി മാർക്ക് വ്യാജം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു പൊസഷൻ വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ പൊസഷൻ ഓഫ് എനി ഡൈ പ്ലേറ്റ് ഓർ എനി അതർ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഇംപ്രസ്മെൻറ്റ് അപ് ടു 3 year, 3 വർഷം വരെ തടവ് കിട്ടും. അടുത്തത് 486 സെല്ലിംഗ് ഓഫ് ഗുഡ്സ് മാർക്ക് വിത്ത് എ കൗണ്ടർഫീറ്റ് പ്രോപ്പർട്ടി മാർക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗുഡ്സ് വ്യാജരേഖ ഉപയോഗിച്ച് വിൽക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹൂവർ സെൽസ് ഓർ എക്സ്പോസ് ഹിസ് പൊസഷൻ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് വിത്ത് കൗണ്ടർഫീറ്റ് പ്രോപ്പർട്ടി മാർക്ക് അൺലെസ് ഈ അത് പ്രൂവ് ചെയ്യണം. ഞാൻ എൻ്റെ അറിഞ്ഞുകൊണ്ടല്ല അല്ലെങ്കിൽ ആക്ടഡ് ഇന്നസെൻ്റ്ലി ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അപ് ടു 1 year വരെ തടവ് കിട്ടും. അടുത്തത് മേക്കിംഗ് എ ഫോൾസ് മാർക്ക് അപ്പോൺ എനി റിസെപ്റ്റബിൾ കണ്ടെയ്നിങ് ഗുഡ്സ്. ഹൂവർ മേക്സ് എനി ഫോൾസ് മാർക്ക് അപ്പോൺ എനി കേസ് പാക്കേജ് ഓർ other receptacle containing goods in a manner reasonably calculated to cause public servant or any other person believes that a acceptable contain goods which does not contain any other document. അപ്പോൾ ഈ ഒരു കേസാണെങ്കിൽ അപ് ടു 3 year ആണ് ഇംപ്രസ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐറ്റം ഒരു പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അപ്പോൾ അതിൻ്റെ പുറത്ത് പോയിട്ട് ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് മാറ്റുന്ന അങ്ങനത്തെ കേസസൊക്കെ അല്ലെങ്കിൽ ആ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിന് അപ് ടു 3 year വരെ പെനാൽറ്റി കിട്ടും. അടുത്തത് പണിഷ്മെൻറ്റ് ഫോർ മേക്കിംഗ് യൂസ് ഓഫ് എനി സച്ച് ഫോൾസ് മാർക്ക്. അപ്പോൾ ഹൂവർ മേക്സ് യൂസ് ഓഫ് എനി ഫോൾസ് മാർക്ക് ഇൻ എ മാനർ പ്രൊഹിബിറ്റഡ് ബൈ ദ ലാസ്റ്റ് ഫോർജിങ് സെക്ഷൻസ് അൺലെസ് ഹി പ്രൂവ് വിത്തൗട്ട് ഇൻറ്റൻഡ് ടു ഡിഫ്രോഡ് ബി പണിഷ്ഡ് ഇഫ് ഹി ഹാസ് കമ്മിറ്റഡ് എനി ഒഫൻസ് അഗൈൻസ്റ്റ് ദാറ്റ് സെക്ഷൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇന്നസെൻറ്റ് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വിടും, അല്ലെങ്കിൽ ഈ പറയുന്ന പെനാൽറ്റി ഏതാണോ ആപ്ലിക്കബിൾ അത് ചെയ്യേണ്ടി വരും. അടുത്തത് ടാമ്പറിങ് വിത്ത് പ്രോപ്പർട്ടി മാർക്ക് വിത്ത് ഇൻറ്റൻഡ് ടു കോസ് ഇഞ്ചുറി. അപ്പോൾ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് അത് കളയുന്നത്. ഹൂവർ റിമൂവ്സ് ഡിസ്ട്രോയ്സ് ഓർ ഡിഫേസ് ഓർ ആഡ് ടു എനി അതർ പ്രോപ്പർട്ടി മാർക്ക് ഇൻറ്റൻഡ് ഓർ നോയിങ് ടു ബി ലൈക്ലി ദാറ്റ് ഹി മേ ദെയർബൈ കോസ് ഇഞ്ചുറി ടു എനി പേഴ്സൺ ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രസ്മെൻറ്റ് ഓഫ് എയ്തർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടൈം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 year. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ മെയിൽ പറയുന്നത് 1 year ആണ്. നേരത്തെ ഫോർജറി കേസിൽ മെയിൽ കണ്ടത് 7 years ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിലിൽ 1 year ആണ് പറയുന്നത്.
പിന്നെ ബാക്കി ആ പബ്ലിക് സെർവൻറ്റിൻ്റെയും കൂടി ഒന്ന് ഓർത്തിരിക്കുക 3 ഇയർ. അടുത്തതാണ് ഇനി കറൻസി നോട്ട് കൗണ്ടർ ഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 489A ആണ് പറയുന്നത് കൗണ്ടർ ഫീറ്റിംഗ് കറൻസി നോട്ട്സ് ഓർ ബാങ്ക് നോട്ട്സ്. അപ്പോൾ എന്തെങ്കിലും കറൻസി നോട്ട് കള്ളനോട്ട് ഉണ്ടാക്കുന്നു അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ് ടു ലൈഫ് ടൈം ഇംപ്രസ്മെൻറ്റ് കിട്ടും. ഇംപ്രസ്മെൻറ്റ് ഫോർ ലൈഫ് അല്ലെങ്കിൽ 10 വർഷം വരെ തടവ് കിട്ടും. ഇപ്പോൾ കള്ളനോട്ടിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷം വരെ തടവോ അല്ലെങ്കിൽ ഇംപ്രസ്മെൻറ്റ് ഫോർ ലൈഫാണ് കിട്ടുന്നത്. ഇനി അടുത്ത കേസാണ് 489B യൂസിങ് എ ജെന്യൂൻ ഫോർജറി ഓർ കൗണ്ടർ ഫീറ്റ് കറൻസി നോട്ട് ഓർ ബാങ്ക്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് യൂസ് ചെയ്യുന്നത് whoever sells to or buys or receives from any other person or otherwise in a genuine any forgery or counterfeit note bank note knowing or having reason to believe that same has to be forged. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു കള്ളനോട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംപ്രസ്മെൻറ്റ് ഫോർ ലൈഫും കിട്ടും, 10 ഇയറും. നേരത്തെ പറഞ്ഞ സെയിം പെനാൽറ്റി തന്നെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്. ഇനി അടുത്ത കേസാണ് പൊസഷൻ ഓഫ് ഫോർജറി ഓർ കൗണ്ടർ ഫീറ്റ് കറൻസി നോട്ട് ഓർ ബാങ്ക് നോട്ട്. അപ്പോൾ നമ്മുടെ കൈവശം വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ് ടു 7 ഇയേഴ്സ് ഇംപ്രസ്മെൻറ്റ് കിട്ടും. പിന്നെ മേക്കിംഗ് ഓർ പൊസഷനിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ മെറ്റീരിയൽ ഫോർ കൗണ്ടർ ഫീറ്റ് നോട്ട്. അപ്പോൾ കൗണ്ടർ ഫീറ്റ് നോട്ട് കള്ളനോട്ട് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റോ എന്തെങ്കിലും മെറ്റീരിയൽസോ നമ്മുടെ കയ്യിൽ വശമുണ്ടെങ്കിൽ ഇംപ്രസ്മെൻറ്റ് ഫോർ ലൈഫ് അല്ലെങ്കിൽ 10 ഇയേഴ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കൗണ്ടർ ഫീറ്റ് നോട്ട് വളരെ ഗുരുതര പ്രശ്നമാണെങ്കിൽ ലൈഫ് ടൈം ഇംപ്രസ്മെൻറ്റോ അല്ലെങ്കിൽ 10 ഇയേഴ്സ്, മാക്സിമം 10 ഇയർ. അടുത്തത് മേക്കിംഗ് ഓർ യൂസിങ് ഡോക്യുമെൻറ്റ്സ് റിസംബ്ലിംഗ് കറൻസി നോട്ട്സ്. ഹൂവർ മേക്സ് ഓർ കോസ് ടു ബി മെയ്ഡ് ഓർ യൂസസ് എനി പർപ്പസ് വാട്ടെവർ ഓർ ഹൂ ഡെലിവർ ടു എനി പേഴ്സൺ എനി ഡോക്യുമെൻറ്റ് പർപ്പോർട്ടിംഗ് ടു ഓർ in any way of resembling or nearly resembling to be calculated device any currency note or bank note shall be punished with a fine extended to 100 rupees. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ആ സിലബസിൽ നിന്ന് പഠിക്കാനുള്ളത്. ദ ഒഫൻസ് റിലേറ്റിംഗ് ടു ഡോക്യുമെൻറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടി മാർക്സിൽ നിന്ന് ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഓർത്തിരിക്കുക, ജസ്റ്റ് നോട്ട് എഴുതുക. ആ ഫസ്റ്റ് സെക്ഷൻ എഴുതുക, അതിൻ്റെ എത്ര വർഷം വരെയാണ് ഇംപ്രസ്മെൻറ്റ് എന്ന് എഴുതി വെക്കുക. അപ്പോൾ ലാസ്റ്റ് എക്സാമിന് പോകുന്ന സമയത്ത് അത് റിവേഴ്സ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.